നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആ ഫോൺ ഇങ്ങോട്ട് വാങ്ങിത്തരണം. അതൊന്നും നടക്കില്ല സാറേ. ഞാനത് 12,000 വിറ്റത്. ആ കാശെടുത്ത് ഞാൻ വീടിൻ്റെ ലോണും അടച്ചു. ശരി, 12,000 എങ്കിൽ 12,000. ഫോൺ എപ്പോൾ കിട്ടും? അത് ഞാൻ ആളെ കണ്ടിട്ട് വാങ്ങി വെച്ചോളാം. എന്തായാലും നാളെ കിട്ടും. ശരി, നാളെ 10 മണിക്ക് ഞാൻ വരും. 5,000 രൂപ കൈ വെച്ചോ. ബാക്കി 7 ഫോൺ വന്നിട്ട് തരാം. ഓക്കെ സാർ. നാളെ 10 മണിക്ക് ഫോൺ വാങ്ങിയ ആൾ ഇവിടെ ഉണ്ടാവും. മുഴുവൻ കാശ് കൊടുത്ത് നമുക്ക് തിരിച്ച് വാങ്ങിക്കാം. എടാ കള്ള, എന്നാലും ഇത് എന്നോട് വേണ്ടായിരുന്നു. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. 7,000 രൂപയ്ക്ക് ലാഭമല്ലേ ഉള്ളൂ. ഓ, ഒരുത്തൻ കണ്ണും പൂട്ടി 12,000 രൂപ ഇതിന് തരണമെങ്കിൽ ഇതിനകത്ത് എന്തോ കിടപ്പുണ്ട്. കഴിഞ്ഞോ? സത്യ, എന്താടാ, വണ്ടികളൊക്കെ സേഫായിട്ട് എത്തിയോ? കോയമ്പത്തൂരിൽ അരിയെടുക്കാൻ പോയ വണ്ടി ഇന്ന് രാത്രി അവിടെ നിന്ന് വിടേണ്ടതായിരുന്നു. അത് നാളെ ടാക്സ് അടച്ചതിന് ശേഷം എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇൻഷുറൻസ് ഡേറ്റ് കഴിഞ്ഞ 3 വണ്ടികളാണ് ലൈനിലുണ്ടായിരുന്നത്. അതിൽ 2 എത്തിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം 2 വണ്ടികൾക്ക് ട്രിപ്പ് ഉള്ളതാ. രാവിലെ തന്നെ രവികുമാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അത് കെട്ടണം. ആ ഗുരുവായൂർ പോയ മിനിമാനാണോ എത്താത്തത്? അതെ, ട്രിപ്പ് പോയ പാർട്ടി എന്നെ വിളിച്ചിരുന്നു. 1 മണിക്കൂർ മുൻപ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഡ്രൈവറെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ആ മഹേഷ് അല്ലേ? അവൻ വൈഫേഴ്സിൽ കയറി ഒരു കുളിയെ കഴിഞ്ഞ വണ്ടി ഷെഡിലേക്ക് കൊണ്ടുവരും. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇന്ദ്രേട്ടൻ ഒന്ന് പുള്ളിയെ വിളിച്ചു പറ, വണ്ടിയുടെ ഇൻഷുറൻസ് മുടങ്ങിയിരിക്കുകയാണെന്ന്. ഓടിച്ചു വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അത് ഞാൻ വിളിച്ചോളാം. ഹലോ സർ, ട്രിപ്പ് കഴിഞ്ഞു. പാർട്ടി ഇറക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എവിടെ എത്തി? ഞാൻ എത്താറായി. ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. സാറേ, നാളെ ട്രിപ്പ് ഉണ്ടോ? ഇല്ല, നാളേക്കൊന്നും എടുത്തിട്ടില്ല. വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുക മഹേഷ്. ആണോ? അപ്പൊ ഇന്നത്തെ ട്രിപ്പ് റിസ്ക് ആയിരുന്നല്ലോ സാറേ. നീ വേഗം വണ്ടി ഷെഡിൽ കയറ്റിക്കോ. നാളെ തന്നെ കൊണ്ടുപോയി ഇൻഷുറൻസ് അടയ്ക്കാം കേട്ടോ. ഓക്കെ സാറേ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ 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 മഹേഷേ, ഹലോ. എന്താ ഏട്ടാ? എടാ, പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. മഹേഷിന്റെ അയ്യോ എന്നുള്ള വിളിയും വണ്ടി ചവിട്ടുന്ന ശബ്ദവും മാത്രമേ കേട്ടുള്ളൂ. എന്തെങ്കിലും പറ്റിക്കാണോ? എടാ, എനിക്കറിയില്ല. ഒന്ന് വിളിച്ചു നോക്കിയേ. എന്താ മോനെ, എന്താ സംഭവിച്ചേ? അമ്മേ, എന്താ സത്യ, എന്താ ഉണ്ടായേ? അത് അമ്മന്ന് വന്നേ.
ആലോചിക്കുന്നേ? ഏ ഞാൻ വെറുതെ. ഒരു വലിയ മഴ പെയ്ത് തോർന്ന സമാധാനം ഇപ്പൊ മനസ്സിന്. രഘുവേട്ടനില്ലാത്ത ഒരു ദിവസം പോലും ഇവിടെ ആരും സമാധാനത്തിൽ ഇരുന്നിട്ടില്ല. അച്ഛൻ പോലും മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അറിയാം പുള്ളി, നിങ്ങൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുന്നു. എന്ത് ചെയ്യാനാ, സ്നേഹിക്കുന്നവരെല്ലാം വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. എന്തിനാ രഘുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? രഘുവേട്ടനെ എല്ലാവർക്കും അറിയാം. ഈ വീടിന്റെ നന്മയെ കരുതിയ രഘുവേട്ടൻ ഓരോന്ന് ചെയ്യുന്നതെന്നും അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? വിഷമമല്ല, ഞാനുണ്ടായിട്ടും നമ്മുടെ മഞ്ചാടിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചല്ലോ അമ്പിളി. നമ്മുടെ ലക്ഷ്മി മോളെ പോലെയല്ലേ നമ്മൾ അവളെ കണ്ടത്. അതെ, ഈശ്വരാനുഗ്രഹം കൊണ്ട് അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ രഘുവേട്ട. അത് തന്നെ വലിയ ഭാഗ്യം. ഞാനൊരു കാര്യം പറഞ്ഞ തൽക്കാലം നീ ആരോടും പറയരുത്. എന്താ രഘുവേട്ട? മഞ്ചാടിയെ ആ ചതിയിൽപ്പെടുത്താൻ നോക്കിയത് ഗോകുലല്ല. പിന്നെ ആരാ? അവളുടെ ഒപ്പം സ്നേഹം നടിച്ച് നടക്കുന്നവര് തന്നെ. ഗോകുല സമയത്ത് അവളെ രക്ഷിക്കാനാ നോക്കി. ഗോകുലനോട് ആദ്യം മുതലേ ഇത് പറഞ്ഞു, പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പോ ദാസങ്ങൾ എന്നോട് വിവരങ്ങൾ പറഞ്ഞു. ഈശ്വര, അപ്പൊ നമ്മുടെ മഞ്ചാടി വലിയൊരു ചതിയിലാണല്ലോ പെട്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ എന്നെ ജയിലിൽ നടക്കാൻ പണം തന്നത് സച്ചി സാറ് തന്നെയാ. എന്നിട്ട് പിന്നെ രഘുവേട്ടൻ എന്തിനാ ഇതൊക്കെ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത്? അത് ഞാനും ദാസങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഗോകുലിന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയുന്നവരെ ഇതൊന്നും ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും നമ്മളിതൊക്കെ മറച്ചു വെച്ചാ അത് നമ്മുടെ മഞ്ചാടിയെ ദോഷമായിട്ട് ബാധിച്ചാലോ രഘുവേട്ട? നീ സമാധാനിക്കേ, അവൾക്ക് ഒരു ആപത്തും വരില്ല.